ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. സിനിമച്ചാൻ്റെ പുത്തൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇപ്പം നമ്മൾ ലൈസൻസിന് വേണ്ടി വന്നേക്കാണ്. എന്താവും എന്തോന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും ഞാൻ ലൈസൻസ് ടെസ്റ്റ് പാസ്സായി വരുമ്പോഴേക്കും നിങ്ങൾ പോയി ഞാനിപ്പോൾ ആനപ്പാറയിൽ വിസിറ്റ് ചെയ്യാൻ പോയിരുന്നു എൻ്റെ അണ്ണനായിട്ട്. അണ്ണൻ വേറെ പരിപാടിയില്ല, അല്ല ചുമ്മാ ഒരു വ്ളോഗ് എടുത്തതാ. യൂട്യൂബറാണ്. അപ്പം നിങ്ങളെല്ലാവരും അത് പോയി കണ്ടിട്ടോ. യോ 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 വെൽക്കം ബാക്ക്. അയ്യേ ആരും മേടിക്കണ്ട, ആനപ്പാറയാണ്. അതെൻ്റെ ബാഗ്. ഇതാനപ്പുര. യൂതിപ്പ് പോയത്. ഹലോ ഗെയ്സ്, ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണ്? ആനപ്പാറയിൽ. അതായത് നമ്മുടെ വ്ളോഗ് ഫസ്റ്റത്തെ വ്ളോഗ് എടുത്ത സ്ഥലം കൂടി എന്ന് പറയാം. ഇവിടെ ഇറങ്ങാൻ വേണ്ടി ചെരുപ്പ് ഞാൻ ഇന്ന് കഴിയുള്ളൂ. സൺസെറ്റൊക്കെ ഗെയ്സ് വേറെ പ്രകൃതി ഭംഗി കണ്ടുകൊണ്ട് ആ മണ്ണനെയും കണ്ടുകൊണ്ട് നമുക്കൊരു പാട്ട് പാടാം. പൂവൈ താണ്ടി ഞാനിതാ തടാതെ നീകലാമാരെ അൻപരെ എന്മടിയിൽ ചേർന്നവരെ അൻപരെ. എന്നെ ഫോട്ടോ എടുക്കണേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. കമന്റ് ചെയ്യുക. നമ്മളെല്ലാ കാര്യത്തിനും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം എന്നാണ് ശാസ്ത്രം ഗുരുനേതന്മാർ പറഞ്ഞിട്ടുള്ളത്, അല്ലേ ഗീസ്? എന്തിപ്പാ വേണ്ട? സോ എടാ നിന്റെ നിങ്ങളും ഹാപ്പി ആയിട്ടിരിക്കുക, ഞാനും ഹാപ്പി ആയിട്ടിരിക്കുക. ഐ ആം സോ ഹാപ്പി. ഗൈസ്, നിങ്ങൾക്ക് ഞാനൊരു ഉപദേശം തരാം. എന്താന്ന് വെച്ചാൽ ഇതെന്താ സെൽഫി ക്യാമറ എടുക്കണം? നിങ്ങൾക്ക് ഞാനൊരു ഉപദേശം തരാം. ഒരു കാലത്ത് അതല്ല കേട്ടോ, വേറെ ഒന്നുമല്ല. അതായത് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുക, അല്ലാതെ ബാക്കിയുള്ളവരുടെ പുറകെ പോവാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അങ്ങനെ ചെയ്യുക. അപ്പം നിങ്ങളുടെ ഹാപ്പിനെസ് എന്ന് പറയാൻ നിങ്ങളെ ഇഷ്ടമുള്ള അങ്ങോട്ട് ചെയ്യുക, അല്ലാതെ ബാക്കിയുള്ളവരുടെ പുറകെ പോയി നടന്നിട്ട് കാര്യമില്ല. അപ്പം നമ്മുടെ ഹാപ്പിനെസ്സിന് നമ്മൾ കണ്ടുപിടിക്കുക, കേട്ടോ? അല്ലട സഭയിലെ. അപ്പം അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നമുക്ക് എന്നിട്ട് ഉണ്ടാക്കിയല്ലേ അപ്പം അത്രേ ഉള്ളൂ. ഹായ് ഗെയ്സ്, ഇന്ന് ഞാൻ വേറെ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നത്. അതായത് ലൈഫിൽ നമ്മളെ ഹാപ്പിനെസ്സായിട്ട് കണ്ടുപിടിക്കണം. അതായത് നമ്മൾ ലൈഫിൽ നമ്മുടെ കാര്യങ്ങൾ നമുക്കുണ്ടാവുന്ന ഹാപ്പിനെസ്സൊക്കെ നമ്മൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് നമ്മളവിടെ ഉണ്ടാക്കണം. അല്ലാതെ പോട്ടെ, നമ്മുടെ ഹാപ്പിനെസ്സിന് വേണ്ടി വേറെ മറ്റുള്ളവർക്ക് വേണ്ടി പോയാൽ അത് കിട്ടില്ല. അപ്പോൾ ഹാപ്പിനെസ് കിട്ടണമെങ്കിൽ അത് വേറെ വഴി. ഒന്നല്ലെങ്കിൽ നമ്മൾ ഇതുപോലൊക്കെ പ്ലീസ് ഉണ്ടോ അതുപോലെ സ്ഥലങ്ങളിലൊക്കെ വന്ന് ഹാപ്പി നമ്മൾ ചെയ്യുന്നവരെ ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ നമ്മൾ ഫുൾ ടൈം അതായത് ഇങ്ങനെ ബോറടിച്ച് സെറ്റായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഒന്നും നടക്കാൻ പോകില്ല. മറിച്ച് നമ്മൾ എല്ലാം മറന്ന് ഹാപ്പിനെസ് ആയിട്ടിരിക്കുകയാണെങ്കിൽ അതൊരു വൈബാണ്. അപ്പം എന്തായാലും ഞാനിപ്പോൾ എവിടെയോ പറഞ്ഞ് നിർത്തിയേക്കാന്നറിയാം. എന്തായാലും നിങ്ങൾ അതിൻ്റെ ബാക്കിയുണ്ട് കേട്ടോ. ഓക്കെ, ബൈ.
ബസ് യെസ്, അങ്ങനെ അതും ഫിനിഷ്. ഇനി നമ്മുടെ നെക്സ്റ്റ് ലക്ഷ്യം ഒരു ഐഫോണാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ, എല്ലാവരും ബി ഹാപ്പി ആയിട്ടിരിക്കുക, നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്തായാലും ഇന്നത്തെ വീഡിയോ എന്തായാലും വെറൈറ്റി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോ. അത് കാണാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. അപ്പം അപ്പോൾ എന്നിട്ടാ വെറൈറ്റി വണ്ണുള്ളൂ, ഇതിപ്പോൾ തുടക്കല്ലേ. ഇനിയിപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ പെരുമ്പാവൂർ ഇപ്പോൾ ആരെ കണ്ടുപിട്ടി? ആരാ? അംജിത്തിനെ കണ്ടുപിട്ടി. ആരാന്ന് വെച്ചാൽ എൻ്റെ ഇപ്പോൾ പ്ലസ് ടു ഉണ്ടെന്നൊക്കെ എനിക്ക് തോന്നണം. ഞാൻ ഇതൊക്കെ കണ്ടിട്ടില്ല അല്ലേ? അല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുമ്പോൾ ഒരു ചെറിയൊരു ട്രീറ്റ് കൊടുക്കാം. പാവല്ലേ, എന്തായാലും ഞാൻ ഇവിടെ ഒരു 1/2 കിലോമീറ്റർ നടത്തിച്ചിട്ട് ട്രീറ്റ് കൊടുക്കും. പ്ലസ് ടുവിൽ ഇഷ്ടം പോലെ NSS എടുത്തിട്ടുണ്ട്, പിന്നെ വ്ളോഗ് ഇഷ്ടംപോലെ വ്ളോഗ് എടുത്തിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ഒറ്റ വ്ളോഗിൽ ഇവനില്ല. അതാണ് മെയിൻ കാര്യം എന്ന് പറയാം. ഈ പ്രാവശ്യം നമ്മൾ മുടിപ്പിച്ചിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് പോവാം. ഇപ്പം ഇവൻ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോണ വഴിക്കാണ്. ചില 6 മണിയായി AC കിട്ടുക. അപ്പം അതുകൊണ്ട് നേരെ ഇവനെ പിടിച്ചുകൊണ്ട് ഞാൻ നേരെ ബജിക്കടയിലേക്ക് പോകുന്ന വെച്ചു. അപ്പം ഇപ്പം നേരെ ബജിക്കടയിലേക്ക് പോണ ചെറുതായിട്ട് ട്രീറ്റ് കൊടുക്കാമെന്നൊക്കെ വെച്ചിട്ട് ട്രീറ്റ് കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ പോകുന്നതാണ്. എന്താണ് നിൻ്റെ മുഖത്തൊരു ചിരിയില്ലാത്ത? ഇവൻ്റെ അനിയനെങ്ങാണ്ട് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചാനൽ നെയിം ചെയ്തിട്ട് സെർച്ച് ചെയ്ത് കിട്ടിയിട്ടില്ല. എന്തായാലും സിദ്ധാർത്ഥ വ്ളോഗ് അങ്ങനെ എന്താ പറഞ്ഞല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കാം, കിട്ടണമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം. നമുക്ക് നേരെ ബജിക്കട തുറന്നേനെ നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണിക്കാം അല്ലേ? എടാ ജയശങ്കറിനൊക്കെ കാണാറുണ്ടോടാ? ജയശങ്കറൊക്കെ എൻ്റെ വ്ളോഗിൽ വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ അത്രേ ഉള്ളൂ. നമ്മൾ പ്ലസ് ടു നമ്മളെല്ലാവരും കമ്പനി. അപ്പം നേരെ അഭിമന്യ എല്ലാവരും കഴിക്കാറ് നേരെ പിന്നീട് വിളിക്കാറ്. അപ്പം വച്ചിക്കെടുത്തിട്ടെ അപ്പം നമ്മളങ്ങനെ ബസ്സിനെ പിടിച്ച് കഴിപ്പിച്ചിട്ട് ബജി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെറുക്കിന് ഭായിമാരൊക്കെ തോന്നിയിരിക്കുന്നു. അങ്ങനെ നമുക്കിനി തിന്നിട്ട് വേണം അല്ലേ? ഇരുട്ടാറൊന്നും കാണാൻ പറ്റില്ല. നല്ല എരിവാണ് ഗീസ്, നല്ല എരിവാണ് ഗീസ്. അയ്യാ പൊന്ന് ഗീസ്, സത്യം പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വേറെ ഒന്നും പറയാനില്ല. അതായത് എൻ്റെ പൊന്നോ, കണ്ണീന്ന് മൂക്കിന്നൊക്കെ വെള്ളം വന്ന എന്താണ്ട് പോലെ ഒരു സംഭവം വെറൈറ്റി കേട്ടോ. എന്താണ്ട് കാന്താരി മുളകിന് അങ്ങനെ എടുക്കാം. കാന്താരി മുളക് വെച്ചങ്ങാണ്ട് ചമ്മന്തി ഉണ്ടാക്കിയിട്ട് അത് ബജിയിൽ മുക്കി തിന്ന് സെറ്റ് സാധനം, വേറെ ലെവല്. ഇനിയിപ്പോൾ ഇവനെ വീട്ടിലേക്ക് വിടണം, അതിൻ്റെ അടുത്ത് വീഡിയോ ഉണ്ടാക്കാം. അപ്രതീക്ഷിതമായി അംജിത്തിനെ കണ്ടുമുട്ടി. അപ്പം ഇനി വേറെ ഒന്നുമില്ല, വീഡിയോ ഇവിടെ ചെൻഡ് ചെയ്യണതിന് ഒരു ജസ്റ്റ് ഒരു കാര്യം പറയാനുണ്ട്, അത് കേട്ടിട്ട് ഒന്ന് എൻഡ് ചെയ്യാം. ഗേസ്, നിങ്ങളിപ്പോൾ ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു ചെറിയ കാര്യം പറയാം. നമ്മുടെ ഒരുപാട് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് വാച്ച്, ഇപ്പോൾ സ്ക്രീന് തെളിഞ്ഞിനും അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അതൊക്കെ നമ്മൾ ഓഫറിനും വിലക്കുറവിനും കാര്യത്തിലൊക്കെ ഒരുപാട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഈ ആൾക്കാരെന്തെങ്കിലും നോക്കണം. അപ്പോൾ നമ്മുടെ മൈൻഡെല്ലാം നമ്മുടെ മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് വിലക്കുറവിലും ഓഫറിലൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്ക് ഇന്ന് വേണമെങ്കിൽ PM മെസ്സേജ് അയക്കുക, അടിയിൽ നമ്പറുണ്ട്. അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ദിവസം കഴിഞ്ഞതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനെ ഇടിച്ചിടിച്ച് പൊട്ടിച്ച് പറഞ്ഞ ഗൈസ് ബൈ. കണ്ടാ ബായ് വയ്ക്കണ്ട ഗൈസ്. വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴേ അവിടെ ബായ്മാരൊക്കെ നോക്കണേ, എന്ത് ഇവിടെ നടക്കണേ, എന്ത് സംഭവം. മറ്റേ ഔട്ടർ എടുത്തപ്പോൾ ഞാൻ കുറച്ച് സൗണ്ട് കൂട്ടിയിട്ട് എടുത്താൽ അത്രേ ഉള്ളൂ. ആൾക്കാരന്മാരൊക്കെ എന്താ ചോദിച്ചു. ബൈ.